സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്. കാർത്തികയും ഷഷ്ഠിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഇന്ന്. ഷഷ്ഠിയുടെ കൂടെ കാർത്തിക നാളും കൂടി വരുമ്പോഴത്തേക്ക് അത് അതിവിശേഷമാണെന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഷഷ്ഠിവ്രതം പോലെ തന്നെ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് കാർത്തിക നാളിൽ എടുക്കുന്ന വ്രതം. പ്രത്യേകിച്ച് അമ്മമാർ കാർത്തിക വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവാൻ അത്രയും വേഗത്തിൽ അവരുടെ പ്രാർത്ഥന സഫലീകരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഷഷ്ഠിയും കാർത്തികയും രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു നല്ല നാളായതുകൊണ്ട് ഇന്ന് ഭഗവാന് ഞാൻ 6 വിളക്കുകൾ സമർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 6 മണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെളുപ്പിനെയുള്ള എഴുന്നേൽക്കൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. പൂജാമുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാവർക്കും വിളക്കുകളെല്ലാം ഒരുക്കി ലക്ഷ്മി ദേവിക്ക് എല്ലാ ദിവസവും നെയ്വിളക്കാണ് സമർപ്പിക്കുന്നത്. അതിനു പുറമെ വിഷ്ണു ഭഗവാന് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ 2 നെയ്വിളക്കുകൾ സമർപ്പിക്കുന്നുണ്ട്. അത് വേറൊരു പൂജയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇന്ന് ഷഷ്ഠി ആയതുകൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാന് 6 വിളക്കുകൾ, അത് നെയ്വിളക്കല്ല, എള്ളെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ തെളിയിക്കുന്നത്. അത് ഒരു പലകയുടെ പുറത്ത് റെഡിയാക്കി. തട്ടമില്ലാതിരുന്നത് കൊണ്ടാണ് പലകയുടെ പുറത്ത് വെച്ചത്. തട്ടമുള്ളവർക്ക് തട്ടത്തിൽ വയ്ക്കാം. ഇല്ലെങ്കിൽ 6 വെറ്റില എടുത്തിട്ട് 6 വെറ്റില നിരത്തി വെച്ചിട്ട് ഓരോ വെറ്റിലയിലും ഓരോ വിളക്ക് വീതം വെച്ച് നമുക്ക് അത് തെളിയിക്കാവുന്നതാണ്. കുലദൈവത്തിനുള്ള കുടവും പഴയ വെള്ളമെല്ലാം കളഞ്ഞ് പുതിയ വെള്ളം നിറച്ച് വെച്ചു. അതിന് ശേഷമാണ് വിളക്കുകളെല്ലാം കൊളുത്തുന്നത്. വിളക്ക് കൊളുത്തിയതിന് ശേഷം കുലദൈവത്തിൻ്റെ ചെമ്പ് അഥവാ കുടം റെഡിയാക്കി അതിൽ പനിനീരും പച്ചക്കർപ്പൂരവും ജവാദും ചേർത്തു. പിന്നീട് മഞ്ഞളും കുങ്കുമവും ഭസ്മവും ചേർത്ത് തയ്യാറാക്കി. അതിനുശേഷം ധൂപാരാധന ചെയ്തു, പൂക്കൾ സമർപ്പിച്ചു. ധൂപാരാധന ചെയ്യുമ്പോഴും ദീപ കർപ്പൂര ആരതികൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥന ചെയ്യുകയാണെങ്കിലും ആദ്യമേ നമ്മൾ സ്മരിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ്. രണ്ടാമതായി കുടുംബദൈവങ്ങളെയും പരദൈവങ്ങളെയും പിന്നീട് നമ്മുടെ ഇഷ്ടദൈവത്തിനെയും അതിനുശേഷമാണ് ബാക്കിയുള്ള ദൈവങ്ങളെയും നമ്മൾ സ്മരിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ഗണപതി ഭഗവാന് ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം കുടുംബദൈവങ്ങൾക്ക് ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. പിന്നീട് ഇഷ്ടദൈവം, എൻ്റെ ഇഷ്ടദൈവം വൈക്കത്തപ്പനാണ്. വൈക്കത്തപ്പന് മഹാദേവനും ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം സുബ്രഹ്മണ്യ ഭഗവാനും ശ്രീ മഹാലക്ഷ്മിക്കും വിഷ്ണു ഭഗവാനും ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. എല്ലാവർക്കും ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം ദീപപൂജ ചെയ്തു. ദീപം തെളിയിച്ചതിന് ശേഷം ആദ്യമേ ചെയ്യേണ്ട പൂജയാണ് ദീപപൂജ.
ദീപം നന്നായി ജ്വലിച്ചതിന് ശേഷമാണ് ദീപപൂജ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ധൂപാരാധന ചെയ്തു, പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം ദീപപൂജ ചെയ്യാമെന്ന് വിചാരിച്ചു. ദീപപൂജ ചെയ്യുമ്പോഴത്തേക്ക് ധൂപ ആരതി എടുത്ത് 3 പൂക്കളുണ്ടെങ്കിൽ 3 പ്രാവശ്യം പൂക്കൾ സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. പൂക്കൾ സമർപ്പിച്ച് തൊട്ട് വന്ദിക്കണം. അതാണ് ദീപപൂജ. ദീപപൂജ ചെയ്തു. അതിനുശേഷം നേദ്യം നൽകി. നിവേദ്യത്തിനായിട്ട് ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പുമാണ് ഇന്ന് നിവേദിച്ചത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ നിവേദിക്കേണ്ടത്. ഒന്നുമില്ല, ഒരു സ്പൂൺ പഞ്ചസാരയാണെങ്കിലും കുറച്ച് കൽക്കണ്ടമായാലും കുറച്ച് അവലായാലും എന്തു തന്നെയായാലും നമ്മൾ കൊടുക്കുന്നത് ഭഗവാൻ സ്വീകരിക്കും. നിവേദിച്ചു. നിവേദ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കറിയാവുന്ന നാമങ്ങളെല്ലാം ജപിക്കണം. ഇന്ന് ഷഷ്ഠി ആയതുകൊണ്ട് പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ ഭഗവാന്റെ നമുക്കറിയാവുന്ന നാമങ്ങളെല്ലാം നമ്മൾ ചൊല്ലണം. നാമങ്ങളെല്ലാം ചൊല്ലി ഇന്നത്തെ പൂജ അവസാനിപ്പിച്ചു. ഇത്രയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ പൂജയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.